കെ മുരളീധരൻ ജയിക്കുമെന്ന് ആധികാരിക സർവേ ഫലം പുറത്തു വന്നിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വിവിധ മുന്നണികളുടെ മുന്നേറ്റ സാധ്യതകൾ വ്യക്തമാക്കുന്ന മനോരമ ന്യൂസ് ചാനൽ അഭിപ്രായ സർവേ ഫലമാണ് കെ മുരളീധരന് വിജയം പ്രവചിക്കുന്നത്. മനോരമ ന്യൂസ് മുംബൈ ആസ്ഥാനമായ വോട്ടേഴ്സ് മൂഡ് റിസർച്ച് ഏജൻസിയുമായി ചേർന്ന് നടത്തിയ സർവേ ഫലമാണ് പുറത്തു വന്നിരിക്കുന്നത്. നമുക്കറിയാം, തൃശൂർ പാർലമെന്റ് മണ്ഡലമാണ് ഒരുപക്ഷെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയിരിക്കുന്നത് എന്നതിൽ സംശയമില്ല. രാജ്യത്തിൻ്റെ ഭരണഘടനയും അടിസ്ഥാന മൂല്യങ്ങളും തകർക്കപ്പെടുമ്പോൾ അത് കണ്ടു നിൽക്കാൻ സാധിക്കില്ലെന്ന് ജനങ്ങളെ പഠിപ്പിച്ച ലീഡർ കെ കരുണാകരന്റെ മകൻ കെ മുരളീധരൻ വന്നതുകൊണ്ട് മാത്രമാണ് തൃശൂർ ശ്രദ്ധേയമായത്. നരേന്ദ്രമോദി കാത്തു കിടന്ന് വോട്ട് പിടിക്കുന്ന രാജ്യത്തെ ഏക മണ്ഡലമാണ് തൃശൂർ. ആ തൃശൂരിൽ വർഗീയ ശക്തികളെ പരാജയപ്പെടുത്താൻ വേണ്ടി കെ മുരളീധരനെ നിയോഗിച്ച കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം 100% ശരിവെക്കുന്നതാണ് പുറത്തുവരുന്ന സർവേ ഫലങ്ങൾ. തീപ്പാറുന്ന പോരാട്ടം നടക്കുന്ന തൃശൂരിൽ UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ 5.92% വോട്ടിന് സുരേഷ് ഗോപിയേക്കാൾ മുന്നിലെത്തുമെന്നതാണ് സർവേ ഫലം പറയുന്നത്. രണ്ടാം സ്ഥാനത്ത് ആര് എന്നതാണ് തൃശൂരിൽ ഉയരുന്ന ചോദ്യം. കടുത്ത പോരാട്ടമാണ് രണ്ടാം സ്ഥാനത്തേക്ക് പ്രവചിക്കുന്നത്. അതായത് കെ മുരളീധരന് 36.51% വോട്ട് നേടുമെന്ന് പറയുമ്പോൾ സുരേഷ് ഗോപിക്ക് 30.59%, CPIയിലെ VS സുനിൽകുമാറിന് 30.53% വോട്ടുമാണ് സർവേ പ്രവചിക്കുന്നത്. അതായത് ചുരുങ്ങിയത് കെ മുരളീധരന്റെ ഭൂരിപക്ഷം 60,000 കടക്കുമെന്നതാണ് സർവേ വ്യക്തമാക്കുന്നത്. ആരെന്ത് പ്രലോഭനങ്ങൾ നടത്തിയാലും തൃശ്ശൂരിലെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് വളരെ ചിന്തിച്ചെടുക്കേണ്ടുന്ന തീരുമാനമാണ് എന്ന് ജനങ്ങൾ കണക്ക് കൂട്ടുകയാണ്. മുസ്ലിം വിഭാഗത്തെ പൂർണ്ണമായും അവഗണിക്കുകയും അവരെ മറ്റൊരു രാജ്യക്കാരായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന BJP രാഷ്ട്രീയം, അതുപോലെ തന്നെ മണിപ്പൂരിൽ ക്രൈസ്തവ വേട്ട നടത്തുകയും കേരളത്തിൽ വന്ന് വോട്ടിന് വേണ്ടി നാടകം കളിക്കുകയും ചെയ്യുന്ന BJP നേതൃത്വം സത്യത്തിൽ ഈ രണ്ട് മതവിഭാഗങ്ങളെയും വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. ഈ തന്ത്രം വിജയിക്കുകയും തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിക്കുകയും ചെയ്താൽ ഇന്ത്യൻ മതേതരത്വത്തിന് തന്നെ അപകടമാണ്. ഈ രാജ്യത്ത് എല്ലാവരെയും ഒരുപോലെ കാണാൻ കഴിയുന്നില്ലെങ്കിൽ അവർ ജയിക്കരുത് എന്ന് പഠിപ്പിച്ച പൂർവികന്മാരാണ് നമ്മുടേത്. ആ അപകടം തൃശ്ശൂരിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് അടുക്കും തോറും മുരളീധരന്റെ വിജയം ഉറപ്പിക്കുന്ന തരത്തിൽ സർവേ പുറത്തു വരുന്നത്. 17% വരുന്ന മുസ്ലിം വിഭാഗവും 25% വരുന്ന ക്രൈസ്തവരും വളരെ ആലോചിച്ച് തീരുമാനമെടുക്കുന്ന തൃശ്ശൂരിൽ UDFന്റെ ഭൂരിപക്ഷം ഇതിലും വർദ്ധിക്കുവാനാണ് സാധ്യത. സുനിൽകുമാർ എന്ന ഇടത് സ്ഥാനാർത്ഥി വളരെ മിടുക്കനാണ്. പക്ഷേ ഇന്ത്യൻ പാർലമെന്റിൽ BJPയുടെ വർഗീയതയും ജനാധിപത്യ ദംശനവും തകർത്തെറിയാൻ മുരളീധരന്റെ സാന്നിധ്യം തൃശ്ശൂരിലെ ജനങ്ങൾ തിരിച്ചറിയുകയാണ്. അതാണ് അവസാന ഘട്ടമാകുമ്പോഴേക്കും രണ്ട് സ്ഥാനാർത്ഥികളെയും പിന്നിലാക്കി കെ മുരളീധരൻ 6% വ്യത്യാസത്തിൽ മുന്നിട്ട് നിൽക്കുന്നത്.